ഒരു 10 പേര് തികയാൻ വേണ്ടി കാത്തു നിന്ന് ക്യൂ നിന്ന് കണ്ട സിനിമ. ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആരും കയറി കണ്ടില്ല. സിനിമയ്ക്ക് നിർമ്മാതാവിന് 5 പൈസയും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ OTT വന്നപ്പോൾ ഇത് മാതൃകയാക്കാം. വെൽക്കം ബാക്ക്. സൈജു കുറുപ്പുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്. ഇവരുടെ കൂട്ടുകെട്ടിൽ ഒരു ത്രില്ലർ ഡ്രാമ മൂവി റിലീസിന് എത്തിയിട്ടുണ്ട്, ഫ്ലാസ്ക്. കണ്ടിറങ്ങി ഓടിച്ചിനോട് എങ്ങനെയായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. അപ്പോൾ സൈജു കുറുപ്പിൻ്റെ സിനിമകളെ പറ്റിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൂ. തിയേറ്ററിൽ ആൾ കാണാനില്ല, OTT ഇറങ്ങുമ്പോൾ ഭയങ്കര അപ്രിസിയേഷൻ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ സൈജു കുറുപ്പിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട ഓഡിയൻസിൻ്റെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. നേരെ റിവ്യൂലേക്ക്. സിനിമകളാണോ പുതുമയുണ്ട്? ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ജഡ്ജും ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഓഫീസറിനുള്ള റിലേഷൻ വന്നിട്ടില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ത്രില്ലർ ആണോ അതോ? കോമഡി ഉണ്ട്, കോമഡി പ്ലസ് ത്രില്ലർ. കൊള്ളാം. സ്റ്റോറിയൊക്കെ എന്താണ്? ഇത് തന്നെ, ഈ റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്ന അവിടെ ഈ ഒരു അധികാരവർഗത്തിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺ വരുന്നതും ഒരു സാധാരണക്കാരനും ഒരു അധികാരവർഗം തമ്മിലുള്ള ഒരു കോമ്പൗണ്ട് ഉള്ളത്. അപ്പോൾ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കൊള്ളാം, എൻഗേജിങ് ആണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് അറിയില്ല. വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാനൊന്നും ഇല്ലെങ്കിലും നല്ല സിനിമയാണ്. 10 മിനിറ്റ് കൊണ്ടാണ് സിനിമയുടെ വേറെ ലെവലായി. 3 പേരുടെ പെർഫോമൻസ് എടുത്തു പറയാൻ. സിദ്ധാർത്ഥ് പറയാം, അപ്പോൾ ഏത് റോളിനും ഒരു പ്രത്യേക ടൈപ്പാണ്. പിന്നെ സുരേഷ് കൃഷ്ണ, പിന്നെ സൈജു ഗ്രൂപ്പ്, അത് 3 പേരും മതി. നല്ല സിനിമയാണ്. ചിരിക്കാനാണോ ഉള്ളത് അതോ ത്രില്ലടിപ്പിക്കാനാണോ? ചെറിയ ഒരു അത് ചിരിക്കാനുള്ളതല്ല, ഒരു പ്രത്യേക ലെവലിൽ പോകുന്ന കഥ എങ്ങനെയുണ്ട്? പുതുമയുണ്ട് ആ സിനിമയിൽ. അതുകൊണ്ടാണ് അത് ഒരു വ്യത്യസ്തത തോന്നുന്നത്. കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ പറയാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ അദ്ദേഹം ചോദിച്ച കണക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ഒന്നും അതിനകത്തൊന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു സിനിമ, അത്രയേ ഉള്ളൂ. സമയം പോക്കിന് കണ്ടിരിക്കാം. പിന്നെ ചെയ്തേക്കുന്ന വേഷങ്ങൾ, ക്യാരക്ടറൊക്കെ ചെയ്തേക്കണ ഇപ്പം സൈജു കൃഷ്ണയായാലും മറ്റുള്ളവർക്ക് അവരവരെ വേഷങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുമയുള്ള കഥയൊക്കെയാണോ? അതൊന്നുമല്ല, പുതുമയുള്ള കഥയെന്ന്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് കണ്ടതും കേട്ടത്. OTT ഇറങ്ങിന് മാത്രം ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇതുപോലൊരു ഇത് തിയേറ്ററിൽ വളരെ നല്ല ഒരു കൊച്ചു സിനിമ, പക്ഷെ വളരെ നല്ല മൂവിയാണ്. ധൈര്യമായിട്ട്, പ്രത്യേകിച്ച് ഞാൻ ഈ ഡയറക്ടറുടെ ആ പേര് കണ്ടിട്ടാണ് കയറിയത്. കാരണം പുള്ളിയുടെ ആദ്യത്തെ സിനിമ ഒറ്റമുറി വെളിച്ചത്തിൻ്റെ 4 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച ആളാണ് രാഹുൽ രുചി നായർ. പുള്ളി തന്നെയാണ് ആ സിനിമയുടെ കഥയും തിരക്കഥയും ചെയ്തത്. പിന്നെ കള്ളനോട്ടം പുള്ളിയുടെ ആ സിനിമ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. കൂടുതൽ അവാർഡ് സിനിമകൾ ചെയ്യുന്ന ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മോശപ്പെട്ടല്ല, വളരെ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ആളാണ്. ആ പേര് കണ്ടിട്ടാണ് ഈ ഫിലിം കാണാൻ കയറിയത്. അതിൽ ഒരു പ്രതീക്ഷയും തെറ്റിച്ചില്ല. പുള്ളിയാണ് ഈ സിനിമയുടെ കഥയും സംവിധാനവും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജുവിൻ്റെയും സുരേഷ് കൃഷ്ണയും അഭിനയം, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ അഭിനയം, പിന്നെ ഒരുപാട് നമ്മളെ ചെറിയ ചെറിയ നർമ്മങ്ങളില്ലേ, അങ്ങനത്തെ വളിച്ച തമാശയല്ല, പക്ഷേ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന തമാശകളൊക്കെ ഉണ്ട്. ഡയലോഗ് ഡ്രാമ ആയിട്ടാണോ പോകുന്നത് അതോ നല്ല ഫാസ്റ്റ് കട്ടൊക്കെ ആയിട്ടുള്ളൊരു സ്ലോ ആയിട്ടാണ്, പക്ഷെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുണ്ട്. ഡയലോഗ് സിറ്റുവേഷൻ ബേസ് ആയാലും അല്ലാതെ ആയാലും വളരെ നല്ല സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സൈജു കുറുപ്പിൻ്റെ സിനിമകൾ വളരെ നല്ല മൂവികൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം 2024 പുറത്തിറങ്ങിയ സിനിമ നമ്മുടെ ഭരതനാട്യം, പിന്നെ പല്ലൊട്ടി, ഇതിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ട, ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളാണ്. ഞാനൊക്കെ ഈ തിയേറ്ററിൽ ഒരു 10 പേര് തികയാൻ വേണ്ടി കാത്തു നിന്ന് ക്യൂ നിന്ന് കണ്ട സിനിമയാണ്. ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആരും കയറി കണ്ടില്ല. സിനിമയ്ക്ക് നിർമ്മാതാവിന് 5 പൈസയും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ OTT വന്നപ്പോൾ ഇത് മാതൃകയാക്കാം. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ, അത് മാതൃകയാക്കാനുള്ള പാഠ്യപദ്ധതി ഉണ്ടെന്നും പറഞ്ഞ് പലരും മമ്മൂട്ടി കമൻറ്റ് ചെയ്യുന്നു, മമ്മൂട്ടി അഭിനയിച്ചു. ഇതൊക്കെ ഈ പറഞ്ഞ പണ്ടേവർക്കെല്ലാം ചെയ്യാമായിരുന്നു, കാണാൻ കയറാമായിരുന്നു. എങ്കിൽ നിർമ്മാതാവിന് കുറച്ച് കാശെങ്കിലും കിട്ടിപ്പോയാണ്. പിന്നെ നമ്മൾ OTT വന്നിട്ട് ഇത് മഹത്തായ സിനിമയാണ്. പല്ലുട്ടിയുടെ കേസായാലും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ കേസായാലും ഇതുപോലെയാണ്. അപ്പോഴും ഇതുപോലെ ഈ സിനിമയും ധൈര്യമായിട്ട് എല്ലാവരും വന്ന് കാണണം, എന്നാലേ നിർമ്മാതാവിന് എന്തെങ്കിലും കിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ പെർഫോമൻസ്, കാരണം അത് നമ്മൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അല്ലാതെ നമ്മൾ ഈ OTT വന്ന് കണ്ടിട്ട് പിന്നെ ഇത് സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. തിയേറ്ററിൽ വന്ന് തന്നെ കാണാൻ പറ്റിയ നല്ലൊരു മൂവി. സ്ക്രിപ്റ്റ് അടിപൊളി. ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ്, അടിപൊളിയായിട്ടുള്ള ഡയറക്ഷൻ, നല്ല സിനിമ. എങ്ങനെയാണ്? വെരി ഗുഡ് മൂവി. കോമഡി ത്രില്ലർ ആയിട്ടാണ്? എല്ലാം നന്നായിട്ടുണ്ട്. കോമഡി ഉണ്ട്, ത്രില്ലറാണ്, അടിപൊളി. കഥ എങ്ങനെയാണ്? കഥ നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയുടെയൊക്കെ പടം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. അത്ര നല്ല ബെസ്റ്റ് പടം, എല്ലാം സൂപ്പർ, നല്ല പടം, ബെസ്റ്റ് പടം.